ഒരു വർഷക്കാലം നീണ്ടുനിന്ന കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് 4 നാൾ നീണ്ടു നിൽക്കുന്ന സുഗതോത്സവം പരിപാടിക്ക് ആറന്മുളയിൽ തുടക്കമായി. ഇതിന്റെ ഭാഗമായി നടന്ന സുഗത പരിചയം പരിപാടിയിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സുഗതകുമാരിയുടെ കവിതകളെയും ആശയങ്ങളെയുമെല്ലാം ഭാവി തലമുറകളിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്കായി സുഗത പരിചയ ശില്പശാല, സുഗത കവിതാലാപനം, ഉപന്യാസ രചന തുടങ്ങിയ നിരവധി പരിപാടികളോടെയാണ് സുഗതോത്സവത്തിന് തുടക്കമായത്. ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠം അങ്കണത്തിൽ നടന്ന സുഗത പരിചയം ശില്പശാല മുൻ കേന്ദ്ര ക്യാബിനറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി TKA നായർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം നവതി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചതെന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നവതി ആഘോഷ പരിപാടികൾ 22-ാം തീയതി ജന്മദേശമായ ആറന്മുളയിൽ സമാപിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലുടനീളം വിവിധങ്ങളായ പരിപാടികളും പദ്ധതികളും ആണ് ഇതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അടുത്ത തലമുറ, സ്കൂൾ കുട്ടികൾ, അവരിലേക്കൊരു പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കാൻ, സുഗതകുമാരിയെ അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന സുഗത സൂക്ഷ്മ വനം പദ്ധതിയാണ് ഏറ്റവും ശ്രദ്ധേയമായി കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയത്. ഭാവി തലമുറയ്ക്ക് പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിനും സുഗതകുമാരിയെ അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകുന്നതിനും സാധ്യമാക്കിയ സുഗത സൂക്ഷ്മ വനം പദ്ധതിയാണ് ഏറെ ശ്രദ്ധേയമായതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സുഗതോത്സവം 2-ാം ദിവസം കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ കുട്ടികൾക്കൊപ്പം സുഗതകുമാരിയുടെ കുടുംബവീടായ വഴുവേലിൽ തറവാട്ടിലെ 1.5 ഏക്കർ സ്ഥലത്തുള്ള സുഗതവനത്തിൽ കഥ പറഞ്ഞും കവിത ചൊല്ലിയും വനയാത്ര നടത്തും. 22-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സമ്മേളനം കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. നവതി ആഘോഷ കമ്മിറ്റി അംഗം പന്ന്യൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സുഗത നവമി പുരസ്കാരം സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.